ഞാൻ ഹെയർ കട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒട്ടും ഉള്ളുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് എനിക്ക് ഈ ഒരു ലെവലിലേക്ക് ഞാൻ എൻ്റെ മുടിയെ കൊണ്ടുവന്നത് ഈ ചില ഹെയർ പാക്കുകൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. കുറേ ഹോം റെമഡീസും ഹെയർ പാക്സും ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എൻ്റെ ചാനലിലൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണണേ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഹെയർ റിലേറ്റഡ് വീഡിയോ ആണ്. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അടിപൊളിയാണ് കേട്ടോ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെയർ പാക്ക് എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് കാണണേ. ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം എന്താണെന്ന് പറയുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ മാത്രമാണല്ലോ നമ്മൾ ഈ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സവാളയാണ്. സവാള ഞാൻ ഒരു സവാള ഇവിടെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ നമുക്ക് വേണ്ട കേട്ടോ. നമ്മുടെ മുടി എൻ്റെ ഹെയറിന് ആവശ്യമുള്ളത് അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്നെക്കാളും കൂടുതൽ ഹെയർ ഉള്ളവരാണെങ്കിൽ ഒരു സവാള എടുക്കുക. എൻ്റെ ഹെയറിന് ഇപ്പം പകുതി സവാള മതി. അതുകൊണ്ട് ഞാനിവിടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തോലൊക്കെ നന്നായിട്ട് കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് ഇതിൻ്റെ നീരൊന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇച്ചിരി കൂടെ ചെറിയ ഉള്ളിയായാലും കുഴപ്പമൊന്നുമില്ലേ. ഇനി നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ ഞാൻ ഇവിടെ 2 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുടിക്ക് 2 എണ്ണം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ 2 കറ്റാർ വാഴയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിലൊരു മഞ്ഞ കളർ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അത് കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഉള്ളിനീര് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഉള്ളിനീരിൽ സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് കൊളാജൻ എന്ന പ്രോട്ടീൻ്റെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. മാത്രമല്ല ഇതിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗൽ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മുടി വളർച്ച വളരെ വേഗത്തിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുവേ. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ അരിച്ചെടുക്കാം, വേണ്ടെങ്കിൽ അരിക്കാതെ ഇത് തലയിൽ നമുക്ക് യൂസ് ചെയ്യാവേ. ഇപ്പം ഞാൻ എന്തായാലും അരിച്ചെടുത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തോർത്തിൽ ഒക്കെ അരിക്കുന്നതിൽ നല്ലത് ഒരു ഷോൾ എടുത്ത് അതിൽ അരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് ചണ്ടിയൊന്നും വീഴത്തില്ല, നീര് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കേട്ടോ. അപ്പം ബാക്കി നിങ്ങൾ വീഡിയോയിൽ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇനി ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ നമ്മുടെ തലയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണേ. അപ്പോൾ എൻ്റെ തലയിൽ ഓൾറെഡി കുറച്ച് എണ്ണയുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് തേക്കാനല്ല, ഇത് തേക്കുന്നതിന് മുന്നേ കുറച്ച് എണ്ണ തേക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല ഇടിയും മഴയും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല പച്ച കളറിലാണ്, നല്ല അരിച്ചൊക്കെ എടുത്തേക്കുന്നതാണ്. അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കുകയാണ്. നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലതാണ് കേട്ടോ. നല്ല സൾഫർ കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഹെയറിന് അത്രയും നല്ലതാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. വീക്കിലി 2 ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാനിതെന്തായാലും ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നില്ല, തലയിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നത്. സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിലൊരു കണ്ണെരിച്ചിലൊക്കെ തോന്നും കേട്ടോ. ഇച്ചിരി നേരത്തേക്കുള്ളത് കഴിഞ്ഞാൽ മാറിക്കോളും. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്ത് കളയാതെ സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയത്തേക്ക് ഈ സ്മെല്ല് കാണും. അപ്പം എന്തായാലും അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഹെയർ പാക്കാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.